ചെമ്പന്തൊട്ടി ടൗണിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. ശ്രീകണ്ഠപുരം നടുവിൽ റോഡ് പണിയിലെ കരാറുകാരുടെ അലംഭാവം കാരണമാണ് ഇപ്പോൾ ചെമ്പന്തൊട്ടി ഒറ്റപ്പെട്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നും റോഡ് പണി ഏറ്റെടുത്ത കമ്പനിയെ കരിമ്പട്ടികയിൽ പെടുത്തണം എന്നുമാണ് ചെമ്പന്തൊട്ടിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ഗതാഗതം വഴിമുട്ടി നിൽക്കുന്ന ചെമ്പന്തൊട്ടി പ്രദേശത്ത് ഏറെ ജീവിത ദുരിതം അനുഭവിക്കുന്നത് ചെമ്പന്തൊട്ടിയിലെ 60ഓളം വരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. ഇവിടെ ഇപ്പം ചെമ്പന്തൊട്ടി ശ്രീകണ്ഠപുരമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലവും ചെമ്പന്തൊട്ടിയിൽ നിന്ന് നടുവിലേക്ക് ബന്ധിപ്പിക്കുന്ന പാലവും താൽക്കാലികമായി നിർമ്മിച്ച് 2 പ്രാവശ്യം നിർമ്മിച്ചതും വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ICC കമ്പനിയുടെ എഞ്ചിനീയർമാർ ഒരു തരത്തിലും നിരുത്തരവാദപരമായ പ്രവൃത്തികളിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് അനുബന്ധിച്ചുള്ള കമ്മിറ്റിക്കാരാണെങ്കിൽ തന്നെ യാതൊരു വിധത്തിലുള്ള നടപടികളും ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് യാത്രക്കാർക്കുണ്ടാകുന്ന ക്ലേശത്തെ സംബന്ധിച്ച് ഇടപെടുകയോ സമയോചിതമായി ഇടപെടുകയോ അത് പരിഹരിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അതേ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വളരെ അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ഹോസ്പിറ്റലുമായി ബന്ധപ്പെടാനൊക്കെ കഴിയാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇപ്പോൾ ഈ 2 ആഴ്ച കാലമായിട്ട് ഒരു തരത്തിലുള്ള പണികളും ഇല്ല. 65 പരം വരുന്ന തൊഴിലാളികൾ ഇവിടെ ഒരു പണിയും ഇല്ലാതെ ഇവിടെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇവിടെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളാണെങ്കിൽ പോലും ഒരു തരത്തിലുള്ള ഒരു ഇടപെടലുകളും ഈ പാത നഷ്ടപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ആരും തന്നെ ഇതിനകത്ത് ഇടപെടുന്നില്ല. ഞങ്ങളിവിടെ വളരെയധികം വിഷമിച്ചാണ് ഇവിടെ കഴിയുന്നത്. ഞങ്ങൾക്ക് സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും ആശുപത്രി പോകുന്നവരാണെങ്കിലും ഈ പാലത്തിനപ്പുറത്തുള്ള ആൾക്കാർക്ക് ഈ ടൗണുമായിട്ട് ബന്ധപ്പെടാനാണെങ്കിൽ തന്നെയും വളരെയധികം കഷ്ടപ്പാടുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് എന്തെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം കാണുകയും ഈ ഇരിക്കൂർ കമ്പനിയെ കരിമ്പട്ടിയിൽ പെത്തണമെന്ന് തന്നെയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചെമ്പന്തൊട്ടിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പറയാനുള്ളത്. ഒരു തരത്തിലുള്ള ശാസ്ത്രീയമായ കണ്ടെത്തലുകളോ അല്ലെങ്കിൽ ഇത് ഇല്ലാത്ത ഒരു തരത്തിലുള്ള ഒരു ഓഫീസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നല്ലാതെ കുറച്ച് തൊഴിലാളികൾ ഇവിടെ വെറുതെ പാലത്തിൻ്റെ മണ്ടേ കയറി ഇരിക്കുന്നുണ്ടെന്നല്ലാതെ യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ ശാസ്ത്രീയമായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് അപകടാവസ്ഥയിലായത് തന്നെ. അത് അത്രമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ചെമ്പന്തൊട്ടിയിൽ നിന്നും നടുവിലേക്കും ശ്രീകണ്ഠപുരത്തേക്കും പോകണമെങ്കിൽ റോഡുകൾ ഇല്ല എന്ന സ്ഥിതിയാണ് നിലവിൽ. ശ്രീകണ്ഠപുരം നടുവിൽ റോഡ് പണിയിലെ കരാറുകാരുടെ കടുത്ത അനാസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന അപ്രോച്ച് റോഡുകൾ ഒഴുകിപ്പോയത് മൂലം ഉള്ള പ്രതിസന്ധിക്ക് കാരണം എന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നത്. ഇവിടെ കുറേ കമ്മിറ്റിക്കാരും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യമെന്ന് വെച്ചാൽ കൊക്കായിൽ ഒരു പാലം, അവിടെ 2 അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്രശ്നം തീർന്നതിന് ശേഷം മാത്രമേ ഈ പാലം പൊളിക്കാൻ പാടുള്ളായിരുന്നു. അതവർ ചെയ്തില്ല. പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് കമ്മിറ്റിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ചെമ്പന്തൊട്ടി ടൗൺ ഇപ്പോൾ ഒറ്റപ്പെട്ട് ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ്. ആദ്യത്തെ 1 കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെ വീണ്ടും 2 പാലങ്ങൾ പൊളിഞ്ഞു നടക്കുന്ന സമയത്തും ഈ നാട്ടിലുള്ള പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പല ആൾക്കാരും ഇതിനകത്ത് കമ്മിറ്റിയിലുണ്ടായിരുന്നു. ആരും ഇതിനെക്കുറിച്ച് ഒന്ന് പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഈ നാട്ടുകാർക്ക് ഈ റോഡ് വേണോ ഈ ടൗൺ വേണോ. ഇവിടുത്തെ കച്ചവടക്കാർ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ഇവിടെ കച്ചവടങ്ങൾ കുറവാണ്, വണ്ടികൾ ഓടുന്നില്ല, ഇവിടെ പാലങ്ങൾ പൊളിഞ്ഞു നടക്കുന്നുണ്ട്, ടൗണിലേക്ക് ആൾ വരുന്നില്ല, കച്ചവടങ്ങൾ കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഇതിനു മുമ്പ് ഈ പണി തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ഈ കാര്യങ്ങൾ മൊത്തം ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളാണ്. അന്നേരം ഇപ്പം ഇവിടുത്തെ കച്ചവടക്കാർക്ക് ഇത് മനസ്സിലായില്ലായിരുന്നു ഇവിടെ ഭാവിയിലേക്ക് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. കച്ചവടങ്ങൾ കുറഞ്ഞതും ഒരു ടൗൺ ഒറ്റപ്പെട്ട് കിടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് പലർക്കും മനസ്സിലാകുന്നത്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും എപ്പോഴും എല്ലാവരും പറയും ഇവിടുത്തെ ടാക്സിക്കാരാണ് ഇവിടുത്തെ നാട്ടിലെ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നതെന്ന് പറയുകയും ചെയ്യും. ഈ റോഡിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ വന്നപ്പം ഇവിടുത്തെ ടാക്സിക്കാരായിരുന്നു ആദ്യം തൊട്ട് ഇടപെട്ടുകൊണ്ടിരുന്നത്. ആ പ്രശ്നങ്ങളിൽ നമുക്കെതിരെ ടാക്സിക്കാർക്കെതിരെ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ ഒറ്റപ്പെടുന്ന ഒരു രീതിയിലുള്ള പല സമീപനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിൻ്റെ കമ്മിറ്റിക്കാരടക്കം ഇവിടെ ചെയ്യുകയുണ്ടായി. സ്കൂൾ ഓട്ടവും ഹോസ്പിറ്റൽ യാത്രയും മറ്റും ദുസ്സഹമാകുകയാണ് ഇവിടെ. ചെമ്പന്തൊട്ടി ടൗൺ ഒറ്റപ്പെട്ടതോടെ ടൗണിൽ കച്ചവട സ്ഥാപനങ്ങളിലും ആളുകൾ എത്തുന്നില്ല. അത് ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ബാധിക്കുന്നു. ചെമ്പന്തൊട്ടി കൊക്കായി റോഡിലൂടെ ഇപ്പം യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. 2 പാലവും ആദ്യം തന്നെ ഇവർ താൽക്കാലികമായിട്ട് തടയണ മാതിരിയാണ് നിർമ്മിച്ചത്. അത് മഴവെള്ളം വന്നപ്പം ഒലിച്ചുപോയി. അതിനുശേഷം ഇവർ താൽക്കാലികമാണെന്ന് പറഞ്ഞ് പിന്നീട് ഒരു പാലം 2 പൈപ്പുകൾ മാത്രം 1ഓ 2ഓ പൈപ്പുകൾ മാത്രം ഇട്ട് ചെമ്പന്തൊട്ടി പാലം നിർമ്മിക്കുകയും കൊക്കായിൽ 3-4 പൈപ്പ് ഇടുകയും ചെയ്തു. ഈ പാലം അടുത്ത വെള്ളം വന്നപ്പോഴും മലവെള്ളം വന്നപ്പോൾ ഒലിച്ചു പോയി. ഇത് ഇവിടുത്തെ കരാർ കമ്പനി അത്ര വളരെ ഒരു കാര്യപ്രാപ്തി ഇല്ലാത്ത രീതിയിലാണ് പണിയുന്നത്. അതിനെ പ്രതികരിക്കാൻ ഇവിടെ ഞങ്ങൾ ഓട്ടോറിക്ഷക്കാർ തൊഴിലാളികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാനും
അത് തന്നെ ഞങ്ങൾക്കിപ്പം ശ്രീകണ്ഠാരുമായിട്ടും നടുവായിട്ടും ബന്ധപ്പെടാൻ യാതൊരു മാർഗ്ഗവും വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണ് ചെമ്മന്തൊട്ടിയിൽ ഇപ്പോൾ ഉള്ളത്. കരാറു കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ ഇവരുടെ ആവശ്യം. കരാറു കമ്പനിയുടെ ദീർഘവീക്ഷണമില്ലാത്ത നിർമ്മാണത്തിലൂടെ ഒറ്റപ്പെട്ട ചെമ്പന്തൊട്ടി ടൗണിൻ്റെ അവസ്ഥയിൽ പ്രതിഷേധിച്ച് ചെമ്പന്തൊട്ടിയിൽ പ്രവർത്തിക്കുന്ന ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസിലേക്ക് ഓട്ടോ തൊഴിലാളികൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഷാജി തെക്കേമുറി, സാജു ആനക്കുളം, ഉണ്ണി കാരാട്ട് എന്നിവർ നേതൃത്വം നൽകി. ഒത്തിരി യാത്രക്കാർ ഇതുവഴി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും സ്കൂൾ വണ്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല, പോക്കറ്റ് റോഡിൽ കൂടെ പോകാൻ പറ്റാത്ത തീരെയുള്ള അവസ്ഥകളിലാണ്. ഇതിനെതിരെ നമ്മുടെ ഈ ICC കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നാണ് പറയുന്നത്.